ശരിക്കും ഈ കാൽഗരി എന്ന് പറയുന്നത് കാനഡയിലെ ആൽബർട്ട എന്ന് പറയുന്ന പ്രൊവിൻസിലെ ഒരു സിറ്റിയുടെ പേരാണ്. അതെ. ആ കാൽഗരി എന്ന് പറഞ്ഞൊരു പേര് വരാൻ കാരണം എന്താ, അല്ലെങ്കിൽ തെരഞ്ഞെടുക്കാൻ കാരണം എന്താ? അതായത് നമ്മൾ അന്ന് ഈ പറയുന്ന പോലെ ഒരാൾ പേര് കണ്ടുപിടിക്കാനായിട്ട് വേറെ ആരെയും ഏൽപ്പിക്കാനൊന്നുമില്ല. അതായത് നമ്മളെല്ലാം ഗൂഗിൾ മാപ്പ് എടുത്ത് കറക്കി നോക്കി എടുത്ത പേരാണോ? അല്ലല്ല, ഇത് സിമ്പിൾ കൺസെപ്റ്റാണ്. അതായത് ഞാൻ ആദ്യം എന്ന് വെച്ചാൽ ഈ ക്ലീനിങ് ആണല്ലോ, നമ്മൾ ക്ലീനായിട്ട് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ഞാൻ പല സംഭവങ്ങൾ എടുത്ത് നോക്കി, അനിമൽ, ക്ലീനസ്റ്റ് അനിമൽ, അതൊക്കെ ഒന്നും പേര് മാച്ച് ആണില്ലായിരുന്നു. പിന്നീട് നോക്കിയപ്പോൾ ഈ കാൽഗരി എന്ന് പറഞ്ഞ വേൾഡിലെ ക്ലീനസ്റ്റ് സിറ്റിയുടെ പേരാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാൽഗരി എന്നുള്ള പേരിട്ടത്, ക്ലീനസ്റ്റ് സിറ്റി. അപ്പോൾ ഇതുമായിട്ട് മാച്ചുമായി കാൽഗരി എന്ന് പെട്ടെന്ന് അയാൾ കേൾക്കുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ആണെന്നുള്ളൊരു ഫീലും കിട്ടും. അല്ലെങ്കിലും ഈ സ്ഥലപ്പേരുകൾ വെച്ചിട്ട് കുറേ ബ്രാൻഡുകളുണ്ട്, ധാരാളം ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇപ്പം ലിക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആൽക്കഹോളിക് ബ്രാൻഡുകൾ, സ്കോച്ച് വിസ്കുകൾ മിക്കതും സ്ഥലപ്പേരുകളാണ്. പലത് ഇപ്പോൾ ഗ്ലെൻലിവിറ്റ്, ഗ്ലെൻഫിഡിച്ച്, ഗ്ലെൻമൊറാഞ്ചി എന്നൊക്കെ പറയുന്ന എല്ലാം സ്കോട്ട്ലൻഡിലെ സ്ഥലപ്പേരുകളാണ്. ബൈക്ക് ഉണ്ടല്ലോ, അതെ. പിന്നെ ജപ്പാനിൽ നിന്നുള്ള പല ബ്രാൻഡുകളും സ്ഥലപ്പേരുകളാണ്. ഈവൻ ടൊയോട്ട എന്ന് പറഞ്ഞ സ്ഥലം വരെയുണ്ട്. ഫ്യൂജി സ്ഥലപ്പേരാണ്. ഫ്യൂജി, യാഷിക്ക, പിന്നെ യൊക്കോഹോമ അങ്ങനെയുള്ള പല സംഭവങ്ങളും ജാപ്പനീസ് പേരുകളെല്ലാം, സമുറായി, ഇതെല്ലാം അവിടുത്തെ സ്ഥലപ്പേരുകളാണ്. ജാപ്പനീസ്, കവാസാക്കി, അതൊക്കെ അവിടുത്തെ സ്ഥലപ്പേരുകളാണ്. സ്ഥലപ്പേരുകൾ മിക്കതും ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ ആക്കി അത് ബ്രാൻഡ് ചെയ്ത് സക്സസ്ഫുൾ ആക്കിയ ചരിത്രം ജപ്പാനുണ്ട്. പല സ്ഥലത്തും ഉണ്ട്. ഇപ്പം നമ്മുടെ എന്താ പറയുക, നമുക്കിവിടെ പീറ്റർ ഇംഗ്ലണ്ട്, പിന്നെ നമ്മുടെ കുറേ ക്ലോത്തിങ് ബ്രാൻഡുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാർക്ക് അവന്യൂ ടൈം സ്ക്വയറിലെ ഒരു സ്ട്രീറ്റിൻ്റെ പേരാണ് പാർക്ക് അവന്യൂ. അപ്പോൾ അങ്ങനെ അതിനകത്ത് പോലും സ്ഥലപ്പേരുകൾ ധാരാളമായിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്ഥലപ്പേരുകൾ കോമൺ ആയിട്ടുള്ളത് നമുക്കറിയാമല്ലോ. ബ്രിട്ടീഷ് സ്ഥലങ്ങളും അയർലൻഡിലെ സ്ഥലങ്ങളും റഷ്യയിലെ സ്ഥലങ്ങളും അങ്ങനെ പല സ്ഥലപ്പേരുകളും വളരെ പോപ്പുലറായിട്ടുള്ള ബ്രാൻഡുകളായിട്ട് മാറിയിട്ടുള്ള ചരിത്രമുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇനി ഭാവി പരിപാടികൾ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മെയിൻലി ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യണത് ഇതിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുക, നെക്സ്റ്റ് ലെവലിലോട്ട് കൂടുതൽ ഔട്ട്ലെറ്റുകൾ എത്തിക്കുക, എല്ലാ കസ്റ്റമറിൻ്റെ വീടിൻ്റെ അടുത്തോട്ട് എത്തുക എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ടാണ് നമ്മളിപ്പോൾ ചെയ്യണത്. നിങ്ങൾക്ക് ഈ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി ഒക്കെ ഉണ്ടല്ലേ? അതെല്ലാം ഉണ്ട്. റേഷൻ തന്നെയാണോ എല്ലാവരുടെയും വണ്ടി എടുക്കുന്നത്? എടുക്കാറില്ല. ഓക്കെ, അത് ഞാൻ ചോദിച്ചതാ, എല്ലാവരും അങ്ങനെ പറയുമെന്ന് ചോദിക്കുമായിരുന്നു. ഇല്ല, അങ്ങനെയില്ല. നമ്മൾ കൂടുതൽ ഇപ്പം നമ്മളിലല്ല പേഴ്സണലി അത്ര നമുക്ക് ഓൾറെഡി പണ്ട് തൊട്ടേയുള്ള കസ്റ്റമേഴ്സിനെയൊക്കെയാണ് ഞാൻ മെയിൻലി ഹാൻഡിൽ ചെയ്യണത്. ബാക്കി നമുക്കെല്ലാം സ്റ്റാഫും കാര്യങ്ങളും, മാർക്കറ്റിംഗ് ടീമും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അവർ നോക്കിക്കോളൂ അല്ലേ. ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? പ്രത്യേകിച്ച് ഈ ഒരു വണ്ടി മേഖലയിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയാനായിട്ട് വെല്ലുവിളി ഒന്നുമില്ല. എനിക്ക് പേഴ്സണലി അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഒന്നുമില്ല. കാര്യം ഞങ്ങളുടെ സെഗ്മെന്റിൽ അങ്ങനെ പ്രശ്നങ്ങളില്ലല്ലോ, ഭയങ്കരമായ പ്രശ്നങ്ങളില്ല. കാര്യം ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് എഞ്ചിനിലൊക്കെ കയറി കൈവയ്ക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ. ബാക്കി ഇപ്പോൾ നമുക്ക് വരുന്ന പ്രശ്നം എന്താ, ചിലപ്പോൾ നമ്മൾ പോളിഷ് ചെയ്യുമ്പോൾ ഒന്ന് പെയിൻറ്റ് പോകും. അപ്പോൾ അത് ഓൾറെഡി കസ്റ്റമേഴ്സിന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ചില കസ്റ്റമേഴ്സ് പറയും പറ്റില്ല, എനിക്ക് ഷോറൂമിൽ തന്നെ പെയിൻറ്റ് ചെയ്യണമെന്ന് പറയും. നമ്മൾ ഓക്കെ റെഡിയാണ്, നമ്മൾ ഷോറൂമിൽ അവർ പെയിൻറ്റ് ചെയ്യും, നമ്മളതിൻ്റെ കാശ് കൊടുക്കും. ഇതൊക്കെയാണ് നമുക്ക് വരുന്ന ഹേർഡിൽസ്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പിന്നെ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ അനാവശ്യമായിട്ട് ഇങ്ങനെ ഈ ബിസിനസ് തുടങ്ങി ഭയങ്കരമായിട്ട് ഒരു ആവശ്യമില്ലാതെ റേറ്റ് കുറച്ച് അവരും നന്നാവില്ല, നമ്മളും നന്നാകാത്ത ഒരു ഇൻഡസ്ട്രീനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. കാര്യം നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി, അത് അത്യാവശ്യം സക്സസ്ഫുൾ ആണെന്ന് കാണുമ്പം ഇതിൻ്റെ അപ്പുറം ഇപ്പുറം അറിയാതെ ചുമ്മാ എടുത്ത് ചാടുന്ന രീതിയിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്കൊരു പ്രശ്നമായിട്ട് വരും. അല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെയും ഈവൻ ഈ പറഞ്ഞ നമ്മൾ പലരും പറയും കേരളത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെയാണ്, പക്ഷെ എനിക്കിതുവരെ അങ്ങനെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈവൻ നമുക്കിപ്പോൾ എല്ലാവരും നമ്മളോട് സഹകരിച്ച് എനിക്ക് തോന്നിയേക്കണം നമ്മളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഞങ്ങൾ എന്താണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സഹകരിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇപ്പം ഈവൻ നമ്മളിപ്പോൾ ഞാൻ ബിസിനസ് തുടങ്ങിയത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സ്കീമായിട്ടുള്ള KSEDM എന്ന് പറഞ്ഞ പലിശരഹിത വായ്പ എടുത്തിട്ടാണ് ഞാൻ ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ അന്ന് നമുക്ക് പലിശ കൊടുക്കണ്ട, കൊടുത്ത മുതൽ മാത്രം തിരിച്ചടച്ചാൽ മതി. 1 വർഷം മോറിറ്റോറിയം പീരീഡ് ഉണ്ടായിരുന്നു. ഇത് തന്നത് KFC എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ്. പക്ഷേ KFC എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ICICI ബാങ്കിൽ പോയപ്പോൾ പോലും എനിക്ക് കിട്ടാത്ത വെൽക്കമാണ് അവർ നമുക്ക് തന്നത്. കാര്യം അവർ നമ്മളൊരു യങ് ഓൺട്രപ്രണർ വന്നു, ഇവന് രക്ഷപ്പെടണം,
അല്ലെങ്കിൽ അത് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള പോലെയാണ്. ഇന്നും അവർ റെഡിയാണ് എനിക്ക് ലോൺ തരാൻ. നമ്മളത് എടുത്തു, കറക്റ്റായിട്ട് റീപേ ചെയ്ത്. എനിക്ക് ശരിക്കും ആ രീതിയിൽ ഗവൺമെൻറ് ഫേംസിൽ നിന്നൊക്കെ അവർ ഇപ്പോഴും നമ്മൾ അവരായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. ഇപ്പോഴും എനിക്ക് വിളിക്കാം. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ എനിക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു നെഗറ്റീവ്സോ കാര്യങ്ങളോ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. പിന്നെ മാത്രമല്ല, ഇപ്പോൾ കുറേ ആനുകൂല്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ബിസിനസ് തുടങ്ങാനായിട്ട് എല്ലാ ലൈസൻസും എടുത്ത് വെച്ചിട്ട് തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. തുടങ്ങുക, നമ്മളെല്ലാം കറക്റ്റായിരിക്കണം. പക്ഷേ എന്നിട്ട് നമ്മൾക്ക് പതുക്കെ അപ്ലൈ ചെയ്തെടുത്താൽ മതി എന്നൊക്കെയുള്ള കുറേ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ മന്ത്രി ശ്രീ പി രാജീവ് താങ്കളിരിക്കുന്ന അതേ കസേരയിൽ വന്നിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് ഭയങ്കര കേരളം